ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. എന്താണ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ് വെറെവർ നെസസറി. ആവശ്യമായുള്ളിടത്ത് എന്ത് ചെയ്യണം? ലിങ്കേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നോക്കൂ, ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നു. നോക്കൂ, നെയിം രവീന്ദ്രനാഥ് ടാഗോർ, ദെൻ ബർത്ത് 7th May 1861, ദെൻ പ്ലേസ് ഓഫ് ബർത്ത് കൊൽക്കത്ത, നാഷണാലിറ്റി ഇന്ത്യൻ, ദെൻ നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണ്? ഗീതാഞ്ജലി, മാനസി, ദെൻ അവാർഡ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 1930, ദെൻ ഡെത്ത് August 7, 1941. ഓക്കെ കൂട്ടുകാർ, ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്? യെസ്, ആദ്യം എഴുതേണ്ടത് എന്താണ്? അതെ, ഒരു ഹെഡിങ് ആണല്ലേ. ആ ഹെഡിങ് എന്തായിരിക്കും? യെസ്, നെയിം ഓഫ് ദ പേഴ്സൺ. അതായത് നമ്മൾ ആരെക്കുറിച്ചാണോ പ്രൊഫൈൽ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും നമ്മളിവിടെ ഹെഡിങ് ആയി കൊടുക്കേണ്ടത്. നമ്മൾ ആരെക്കുറിച്ചാണ് എഴുതുന്നത്? യെസ്, രവീന്ദ്രനാഥ ടാഗോർ ആണല്ലേ. സോ നമുക്കിവിടെ ഹെഡിങ് കൊടുക്കാം രവീന്ദ്രനാഥ ടാഗോർ. ദെൻ നെക്സ്റ്റ് ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ അടിയിലായിട്ട് എന്ത് ചെയ്യാം? അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും ഇതുപോലെ എഴുതാവുന്നതാണ്. ദെൻ 1862 1941. ദെൻ നെക്സ്റ്റ് നമുക്ക് നൽകിയിട്ടുള്ള ഹിൻസിൽ നൽകിയിട്ടുള്ള എന്താണെന്ന് നോക്കൂ. ബർത്ത് ഡേറ്റ് ആണല്ലേ. ബർത്ത് ആണ് 7th May 1861 എന്ന് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, രവീന്ദ്രനാഥ ടാഗോർ വാസ് ബോൺ ഓൺ May 7, 1861. ദെൻ എന്താണ്? പ്ലേസ് ഓഫ് ബർത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്, കൊൽക്കത്ത എന്ന് നൽകിയിട്ടുണ്ട്. സോ നമുക്ക് എപ്പോൾ എങ്ങനെ എഴുതാം? 1861 ഇൻ കൊൽക്കത്ത. അതായത് രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 കൊൽക്കത്തയിൽ ജനിച്ചു അല്ലേ. അപ്പോൾ സോ നമുക്ക് എങ്ങനെ എഴുതാം? രവീന്ദ്രനാഥ ടാഗോർ വാസ് ബോൺ ഓൺ May 7, 1861 ഇൻ കൊൽക്കത്ത. ഇനി നോക്കൂ, നമ്മളിവിടെ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്? യെസ്, ഓൺ ആണല്ലേ. ഓൺ May 7, ദെൻ 1861 ഇൻ കൊൽക്കത്ത എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഓൺ വന്നത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ എന്താണ്? ഡേറ്റും അതുപോലെ തന്നെ ഇയറും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓൺ ഉപയോഗിച്ചത്. ഓൺ May 7, 1861 എന്ന് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇയർ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതായത് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച ഡേറ്റ് ഇല്ല, ഇയർ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? യെസ്, വാസ് ബോൺ ഇൻ എന്നാണ്. യെസ്, 1861. ഇയർ മാത്രമാണെങ്കിൽ ഇന്നും, അല്ലെങ്കിൽ എന്താണ്? ഡേറ്റും മന്തും അതായത് ഇയറും കൂടിയിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? യെസ്, ഓണും കൂടി എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ഇൻ കൊൽക്കത്ത എന്നല്ലേ കൊടുത്തിട്ടുള്ളത്. യെസ്, അപ്പോൾ കൊൽക്കത്തയിൽ, അതായത് ഇൻ കൊൽക്കത്ത. ദെൻ അവിടെ കൊൽക്കത്തയിൽ ഒരു പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? യെസ്, അറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. He was a poet, short story writer, musician, playwright, essayist and a painter. Then he authored Geetanjali, a collection of his poems. Then in 1913 he became the first non-European to win the Nobel Prize in Literature. Then our national anthem Jana Gana Mana and Bangladesh നാഷണൽ ആന്തം അമർ ഷോണർ ബംഗ്ല ആർ ഹിസ് കോമ്പോസിഷൻസ്. എന്നാൽ ലാസ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? യെസ്, നമുക്കറിയാം ഡെത്ത് ആണല്ലേ. എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്? യെസ്, August 7, 1941. സോ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്കിത് എങ്ങനെ എഴുതാം? യെസ്, ഹി പാസ്ഡ് എവേ. നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹി പാസ്ഡ് എവേ, അതായത് മരിച്ചുപോയി അല്ലേ. ഹി പാസ്ഡ് എവേ ഓൺ August 7, 1941. ഇവിടെ നമുക്ക് എന്താണ്? മന്തും ഇയറും നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഓൺ August 7, 1941 എന്ന് എഴുതാം. ഇനി ഇയർ മാത്രമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഹി പാസ്ഡ് എവേ ഇൻ 1941. ഇനി നിങ്ങൾക്ക് പാസ്ഡ് എവേ എന്ന് കിട്ടിയില്ല വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് എഴുതാം? നിങ്ങൾക്ക് യെസ്, ഹി ഡൈഡ് ഓൺ August 7, 1941. ഇനി എന്താണ്? ഇയർ മാത്രമാണെങ്കിൽ ഹി ഡൈഡ് ഇൻ 1941. നന്നായി പഠിച്ച് വെക്കുക. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഹെഡിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The boy in the story, the nightingale and rose, became really sad when he realized that his lover had rejected him. എന്താണ് ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്ന സ്റ്റോറിയിലെ ബോയ് എന്താണ് വളരെ സാഡ് ആയല്ലേ. എന്തുകൊണ്ടാണെന്നോ വെൻ ഹി റിയലൈസ് ദാറ്റ് ഹിസ് ലവർ ഹാഡ് റിജക്റ്റഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ലവർ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം ശരിക്കും എന്താണ് സാഡായി. ഹി ബോട്ട് ഹിസ് ഫീലിങ്സ് ഡൗൺ ഇൻ ദ ഫോം ഓഫ് എ ഡയറി എൻട്രി. അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്താണ് അദ്ദേഹം ഒരു ഡയറി എൻട്രിയിൽ എഴുതാണ്. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. അതുപോലെ ഒരു ഡയറി എൻട്രി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡയറി എൻട്രി എങ്ങനെ എഴുതാം കൂട്ടുകാരെ? യെസ്, നോക്കൂ. ഫസ്റ്റ് എന്താണ് നമ്മൾ എഴുതേണ്ടത്? യെസ്, ഡേറ്റും, അതായത് ഡേറ്റും ഇയറൊക്കെ എഴുതാനല്ലേ. അതായത് 10 March 2023 മൺഡേ. ദെൻ എന്ത് എഴുതാം? ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഡേ. ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഡേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇറ്റ് വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ. ഇതുപോലെ നിങ്ങൾക്കൊരു ഡയറി തുടങ്ങാവുന്നതാണ്. ഒന്നെങ്കിൽ ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഡേ, അല്ലെങ്കിൽ എന്ത് എഴുതാം? ഇറ്റ് വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ. തന്നെ നമുക്ക് എഴുതാം നോറ ഈസ് റിയലി അൺഗ്രേറ്റ്ഫുൾ. നോറ എങ്ങനെയുള്ള ആളാണ്? അൺഗ്രേറ്റ്ഫുൾ, നന്ദിയില്ലാത്തവളാണ്. ഷീ റിജക്റ്റഡ് മൈ ലവ് ആൻഡ് ത്രൂ മൈ റെഡ് റോസസ് ടു സ്ട്രീറ്റ് ഫോർ ആക്സെപ്റ്റിംഗ് ദ പേഴ്സൺ ഹൂ ഗാവ് ഹെർ ലക്ഷൂറിയസ് ഗിഫ്റ്റ്. എന്താണ് അവൾ റിജക്റ്റ് ചെയ്തു അല്ലേ. ഷീ റിജക്റ്റഡ് മൈ ലവ്. അവൾ എൻ്റെ ലവിനെ, സ്നേഹത്തെ നിരസിച്ചു. ആൻഡ് ത്രൂ മൈ റെഡ് റോസസ് ടു സ്ട്രീറ്റ് ഫോർ ആക്സെപ്റ്റിംഗ് ദ പേഴ്സൺ ഹു ഗാവ് ഹെർ ലക്ഷൂറിയസ് ഗിഫ്റ്റ്. അവൾക്ക് ആ ലക്ഷൂറിയസ് ഗിഫ്റ്റ് കൊടുത്ത ആ പേഴ്സണിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്? എൻ്റെ റെഡ് റോസസ് സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയാണ്. ഷീ ഡസ് നോ മൈ ലവ് ബിഹൈൻഡ് ദ റെഡ് റോസസ്. ആ റെഡ് റോസസിന് പുറകിലുള്ള എൻ്റെ ആ സ്നേഹം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നോറ വാല്യൂസ് മണി മോർ ദാൻ ലവ്. നോറ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അവൾ സ്നേഹത്തേക്കാൾ വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ്? മണിക്കാണ്, പൈസയ്ക്കാണ്. ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹെർ. അവളെ മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. നൗ ഐ ഫീൽ ഐ ആം ലക്കി. പക്ഷെ എന്താണ് ഇപ്പം എനിക്ക് എന്താണ് വളരെയധികം സന്തോഷം തോന്നുകയാണല്ലേ. എന്താണ്? നൗ ഐ ഫീൽ ഐ ആം ലക്കി. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഞാൻ വളരെയധികം ഭാഗ്യവാനാണെന്ന്. ഹൗ ഹോറിബിൾ മൈ ലൈഫ് വുഡ് ബി ഇഫ് വർ ടു മാരി ഹെർ. ഞാൻ അവളെ വിവാഹം കഴിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെ എത്രമാത്രം ഹൊറിബിൾ ആയിരിക്കും എൻ്റെ ലൈഫ്. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് എന്താണ് ബോയ് ചിന്തിച്ചിട്ടുണ്ടാവുക. അതുപോലെ തോട്ട്സും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ഡയറി തയ്യാറാക്കുക. ഡയറി തയ്യാറാക്കുമ്പോൾ എന്താണ് നമ്മളെല്ലാം പാസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചല്ലേ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? ഷീ റിജക്റ്റഡ്, അതായത് റിജക്റ്റഡ്, അതൊക്കെ എന്താണ്? പാസ്റ്റ് ഫോമാണ്. അവളെൻ്റെ സ്നേഹത്തെ നിരസിച്ചു. അതായത് ഒക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളിലെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ രൂപത്തിൽ എഴുതണം. ഓക്കെ കൂട്ടുകാരെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Velasco is the central character in the story, a shipwrecked sailor. He had a narrow escape from shipwreck. Later he meets one of his friends, prepare a likely conversation between them. എന്താണ്? വെലസ്കോ ഇൻ ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, എ ഷിപ്പ്രേക്ക്ഡ് സെയിലർ. ഷിപ്പ്രേക്ക്ഡ് സെയിലർ എന്ന സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറായ വെലസ്കോ എന്താണ്? ഷിപ്പ്രേക്ക് ഒരു നാരോ എസ്കേപ്പ് അല്ലേ, രക്ഷപ്പെട്ടു അല്ലേ. ലാറ്റർ ഹി മീറ്റ്സ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അതിന് ശേഷം അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിൻ്റെ അതായത് കൂട്ടുകാരനൊരാളെ കണ്ടുമുട്ടി. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്തായിരിക്കും ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടാവുക? ഹായ് വെലസ്കോ, ആർ യു റൈറ്റ് നൗ? ഹായ് വെലസ്കോ, നീ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കിപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ വെലസ്കോ പറയാണ് യെസ് ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. ഐ ഹാഡ് എ മിറാക്കിൾസ് എസ്കേപ്പ് ഫ്രം ഷിപ്പ്രേക്ക്. എന്താണ്? വെലസ്കോ പറയാണ് ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ, ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ്. ഐ ഹാഡ് എ മിറാക്കിൾസ് എസ്കേപ്പ് ഫ്രം ഷിപ്പ്രേക്ക്. ഷിപ്പ്രേക്കിന് എന്താണ്? ഞാൻ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഫ്രണ്ട്, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ദർ? അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചില്ലേ, എന്ത് കാര്യമാണ്, എന്ത് ഇൻസിഡൻ്റ് ആണ് അവിടെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വെലസ്കോ പറയാണ് ഇൻ ദ മിഡിൽ ഓഫ് ദ സീ ജൈജനിക് വേവ് ദാറ്റ് ഹിറ്റ് അവർ ഷിപ്പ്. എന്താണ്? സീയുടെ നടുവിൽ വലിയ വേവ് വന്നിട്ട് ഷിപ്പിനെ ഇടിക്കുകയാണല്ലേ, ഹിറ്റ് ചെയ്യാണ്. ഫ്രണ്ട്, ഹൗ മെനി ഓഫ് യു വർ എസ്കേപ്ഡ്? നിങ്ങളിൽ എത്ര പേര് രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. വെലസ്കോ പറയാണ് മീ ആൻഡ് മൈസെൽഫ് ഓൺലി. അതർ വർ ടേക്കൺ ബൈ ജൈജാൻറ്റിക് വേവ്.
ദെൻ ഫ്രണ്ട്സ് ഇറ്റ് ഈസ് എ മിറാക്കിൾ, ഇതൊരു മിറാക്കിൾ തന്നെയാണെന്ന് പറയുകയാണ്, അത്ഭുതം തന്നെയാണ്. വെലസ്കോ മൈ ഗോഡ് ഹെൽപ്ഡ് മീ, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറയുകയാണല്ലേ. ഇതൊക്കെ ആയിരിക്കില്ല അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഈ കോൺവെർസേഷൻ കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് a play based on the lesson Rosappa sat still. Prepare a notice from the staff and students about the program. എന്താണ് നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് തീരുമാനിക്കുകയാണ്, ഒരു സ്റ്റേജ് പ്ലേ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, ഓൺ ദ ലെസൺ റോസാപ്പ സാറ്റ് സ്റ്റിൽ എന്ന ലെസണിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജ് പ്ലേ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബിൽ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻഫോം ദ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് അബൌട്ട് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ കുറിച്ചൊരു സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോട്ടീസ് നോക്കാം. ഫസ്റ്റ് എന്താണ്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. നമുക്കിവിടെ എഴുതാം XYZ പബ്ലിക് സ്കൂൾ നോട്ടീസ്, ദെൻ സ്കൂൾ പ്ലേ. Then എഴുതാം, this is to inform my friends in the school and their parents that the English club of our school has decided to stage play based on the life of Rosa Parks in the school auditorium on September 30, 2022 at 9:30 a.m. All the students and their parents are requested to attend the play. For future queries, please contact the secretary of the English club. Then last എന്താണ്, yes thank you, secretary, signature, then English club. അപ്പോൾ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഇതുപോലൊരു നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ്. മീനിങ് ഒക്കെ മനസ്സിലായല്ലോ, സിമ്പിൾ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൻ എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. The boy in the story, The Light on the Hills, conduct an exhibition of paintings. He writes a letter to invite one of his friends to draft the likely letter. എന്താണ്, The boy in the story, Light on the Hills എന്ന സ്റ്റോറിയിലെ ബോയ് എന്താണ്, ഒരു എക്സിബിഷൻ, പെയിൻറ്റിങ്സിൻ്റെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. He writes letter to invite one of his friend. അപ്പോൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിലൊരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയാണ്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ലെറ്റർ, ആ ലെറ്റർ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യെസ് പ്ലേസ് എഴുതണം, ദെൻ അഡ്രസ്, ദെൻ യെസ് ഡേറ്റ് എഴുതണം, ദെൻ സല്യൂട്ടേഷൻ വേണമല്ലേ. നമ്മളൊരു ഫോമൽ ലെറ്റർ ആണെങ്കിൽ എന്ത് എഴുതും, യെസ് റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതാൻ, റെസ്പെക്റ്റഡ് സാർ. ദെൻ ഇൻഫോമൽ ലെറ്റർ ആണെങ്കിൽ എന്താണ്, യെസ് ഡിയർ ഫ്രണ്ട്, ഡിയർ രാജു, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരൊക്കെ എഴുതി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫോമൽ ലെറ്റർ എങ്ങനെയാണ്, യെസ് സല്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞു റെസ്പെക്റ്റഡ് എന്നല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്, സബ്ജക്റ്റ്, അതായത് ഷോർട്ട് കണ്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ഫോമൽ ലെറ്റർ ആണെങ്കിൽ എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് എന്താണ്, റൈറ്റർ നെയിം ആൻഡ് സൈനും, അതായത് ആ കത്ത് എഴുതുന്ന ആളുടെ പേരും സൈനും കൂടി വയ്ക്കാം. ദെൻ ഇൻഫോമൽ ലെറ്റർ ആകുമ്പോൾ എങ്ങനെയാണ്, സല്യൂട്ടേഷൻ നമുക്കറിയാം ഡിയർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ദെൻ ബോഡിയിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, യെസ് 3 പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എങ്ങനെയാണ്, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എൻക്വയറി ചെയ്യാം അല്ലേ, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാം. ദെൻ സെക്കൻഡ് എന്താണ്, കണ്ടൻറ് എഴുതാം. ദെൻ തേർഡ് എന്താണ്, ക്ലോസിങ് ആണല്ലേ, അതായത് കൺവേ മൈ റിഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, യെസ് ലവിങ്ലി ഓർ ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയല്ലേ എഴുതാറ്. ഓക്കെ, ദെൻ നെയിം ആൻഡ് സൈൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ലെറ്റർ ഒന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് എഴുതാം, ഇന്ദിരാനഗർ, കൊല്ലം, 20 ജാനുവരി 2023. ഇത് ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ അല്ലേ, സോ നമുക്ക് എങ്ങനെ എഴുതാം, യെസ് ഡിയർ രാജു. ദെൻ എന്താണ്, എൻക്വയറി ചെയ്യണം, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ദെൻ കണ്ടന്റ് എഴുതാണ്, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് ദ കമ്മിങ് എക്സിബിഷൻ ഓഫ് മൈ പെയിൻറ്റിങ്സ് അറ്റ് ദ YMCA ഹോൾ ഓൺ മാർച്ച് 28, 2023. ഞാൻ എന്താ പറയുന്നത്, ഐ വാണ്ട് യു ടു ബി ദർ വിത്ത് മീ, നീയും അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഓഫ് മൈൻഡ്, ഹോപ്പ് ടു സീ യു ദർ, നിന്നെ അവിടെ വെച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെന്താണ്, യെസ് യു. ഓക്കെ, ദെൻ എഴുതാം, യുവേഴ്സ് ലവിങ്ലി ജയ്. ഓക്കെ, ദെൻ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു ലെറ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ, അതായത് ഈ വീഡിയോയിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ്
ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റർ, അതുപോലെ തന്നെ കോൺവെർസേഷൻ, പ്രൊഫൈല്, നോട്ടീസ്, ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ചില ചോദ്യങ്ങളാണ്. എല്ലാം നന്നായി പഠിച്ചു പോവുക. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.